തിരുവനന്തപുരത്ത് ആര്യനാട് കാനക്കുഴിയിൽ വീടിന് തീപിടിച്ചു. ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും എത്തി തീയണച്ചു. വിവരങ്ങളുമായി സുലേഖ ചേരുകയാണ്. സുലേഖ, ഈ കാഷ്വാലിറ്റീസ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് പ്രാഥമിക നിഗമനം? മനു, ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ആര്യനാട് കാനക്കുഴി ഉണ്ടായത്. പുനൽ സ്വദേശി സുബു എന്ന് പറയുന്ന ആൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. ഈ തീപിടുത്തത്തിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറും അതിനൊപ്പം തന്നെ ബുള്ളറ്റും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനൊപ്പം തന്നെ ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ വീട് വെക്കുന്ന ഒരു പരിപാടിയിലായിരുന്നു. അതിനുവേണ്ടി ശേഖരിച്ചു വെച്ച ഫർണിച്ചറുകളൊക്കെ തന്നെയും ഈ തീപിടുത്തത്തിൽ കത്തി നശിക്കുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയൊരു തീപിടുത്തമാണ് ഇന്ന് പുലർച്ചെ ആര്യനാട് കാനക്കുഴിയിൽ ഉണ്ടായത്. എന്തായാലും വലിയൊരു അത്യാഹിതം അത് ഒഴിവായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇവർ ഈ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ കുടുംബം ഉറങ്ങുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. നാട്ടുകാരാണ് ഈ തീപിടുത്തം ഉണ്ടായത് കുടുംബത്തെ അറിയിക്കുകയും ഒപ്പം ഫയർഫോഴ്സിനെ അടക്കം വിളിച്ച് വിവരം അറിയിച്ച് ഈ തീ അണയ്ക്കുന്നൊരു നിലയുണ്ടായത്. വീട്ടിനകത്തുള്ളവർ മറ്റൊരു വഴി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വീട്ടിൽ. ശരി, ഏതായാലും ആ രീതിയിൽ ആളപകടം ഒഴിവായി എന്നത് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ സുലേഖ നമ്മളോട് തിരുവനന്തപുരത്ത് നിന്ന് പറയുന്നത്. ഇന്ന് പുലർച്ചെയാണ് കാനക്കുഴിയിൽ വീടിന് തീപിടിച്ചത്.